ധന്യ, ഇപ്പോൾ മാധ്യമപ്രവർത്തകരും ചാനലുകളും എല്ലാം എക്സ്ക്ലൂസീവിന് വേണ്ടി നെട്ടോട്ടം ഓടാറുണ്ട്. അവർ എക്സ്ക്ലൂസീവ് കൊണ്ടുവന്ന് ചിലപ്പോൾ വേറൊരു ചാനലിൽ കൊടുത്തതായാലും ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എക്സ്ക്ലൂസീവ് ആക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ റിപ്പോർട്ടറിൽ ഒരു പുതിയ എക്സ്ക്ലൂസീവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ആ എക്സ്ക്ലൂസീവ് വന്നതോടെ വീണ്ടും തൃശ്ശൂർ പൂരവും സുരേഷ് ഗോപിയും എല്ലാം ചർച്ചകളിൽ നിറഞ്ഞു. ഇത് ഒരു 1-2 തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇന്നലെ എക്സ്ക്ലൂസീവ് വീഡിയോ വന്നു. അപ്പോൾ നല്ല ട്രോളുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ധന്യ ആ വീഡിയോ എക്സ്ക്ലൂസീവ് കണ്ടായിരുന്നോ? റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ആ പൂരം കലങ്ങി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുപ്പിന്റെ ക്ലൈമാക്സ് ആ സമയത്താണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആ സമയത്ത് തന്നെ സുരേഷ് ഗോപി ആംബുലൻസിൽ കയറി പാതിരാത്രി 2 മണിക്ക് അവിടെ എത്തി എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും, ഞാൻ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു കണ്ടത്, എല്ലാ മാധ്യമങ്ങളിലും അത് വന്ന വാർത്തയാണ്. ഇപ്പോൾ റിപ്പോർട്ടർ എന്താണ്, ഇത് പുതിയ എക്സ്ക്ലൂസീവാണ്, ആ സുരേഷ് ഗോപി ആംബുലൻസിൽ വരുന്നത്, സേവാഭാരതിയുടെ ആംബുലൻസിൽ വരുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്, നിങ്ങൾ കാണൂ പ്രേക്ഷകരെ. അതായത് പൂരം കലക്കിയത് സുരേഷ് ഗോപിയാണ്. ഈ ആളുകളെ ആ സമയത്ത് കയ്യിലെടുക്കാനായി പൂരം കലക്കി അതിൻ്റെ മാസ്റ്റർ പ്ലാൻ സുരേഷ് ഗോപിയാണ്. എന്നിട്ട് സുരേഷ് ഗോപി രംഗപ്രവേശനം ചെയ്യുന്ന സിനിമാ കഥയാണ്. എന്നിട്ട് ആ സമയത്ത് പൂരം കാരാണോ കലക്കിയത് അവർക്കെതിരെ നടപടിയെടുക്കാൻ ആക്രോശിക്കുന്നു. പിന്നീട് പൂരം സ്മൂത്തായി പോകുന്നു. ഒരു നായകനായി സുരേഷ് ഗോപി മടങ്ങുന്നു. തിരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുമ്പോൾ 77,000-ന് മുകളിൽ വോട്ടിൽ സുരേഷ് ഗോപി ജയിക്കുന്നു. എന്ത് നല്ല കഥ, സ്ക്രിപ്റ്റ് സൂപ്പർ, നല്ലൊരു സിനിമാ കഥ. നായകൻ സുരേഷ് ഗോപി ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഓടുകയും ചെയ്യും അത്. പക്ഷേ ഈ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തിരഞ്ഞെടുപ്പിന് മുന്നേ VS സുനിൽകുമാറും K മുരളീധരനും ചർച്ച ചെയ്ത് അതായത് VS പറയുന്നത് VSന്റെ ഭരണപക്ഷത്തുള്ള പോലീസിന്, ആഭ്യന്തര വകുപ്പിലെ പോലീസിന് വിശ്വാസമില്ല, ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും ശരിയല്ല, കൂടുതൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അപ്പോൾ പോലീസിന് വിശ്വാസമില്ലാത്തത് കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാണ് VS സുനിൽകുമാർ പറയുന്നത്. മുരളീധരൻ പറയുന്നത് ആറ്റുകാൽ പൊങ്കാല ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പോയി പൊങ്കാല കലക്കിയേനെ, എന്നിട്ട് വിജയം ഇവർ ഉറപ്പിച്ചേനെ. കാരണം എന്തെങ്കിലും ഹിന്ദു ആചാരങ്ങളെ കലക്കിയിട്ട് ഇവർ ചെന്ന് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു ഏർപ്പാട് കാണിച്ചാൽ മാത്രമേ ഇവർക്കതിൽ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഒരു പൂരം കലക്കിയാൽ എത്ര പേര് വോട്ട് ചെയ്യും? പൂരം കലക്കുന്നത് ഒരു വിശ്വാസ സമൂഹത്തിന്റെ പ്രീതി പിടിച്ചെടുത്ത് ഒരു പൂരം കലക്കിയിട്ട് അത് പിന്നീട് നിയന്ത്രിക്കുന്നത് ഞാനാണ്, ഞാൻ പൂരം ശരിയാക്കുന്നു എന്ന് പറയുന്നു. കഴമ്പില്ലേ? ഹീറോ ആവുകയല്ലേ? ഹീറോ ആയാൽ ഹീറോ പരിവേഷം വരുമ്പോ കുറഞ്ഞപക്ഷം സ്ത്രീകളുടെ വോട്ടെങ്കിലും കിട്ടും. എത്ര വോട്ട്? അല്ലെങ്കിൽ തന്നെ സുരേഷ് ഗോപിക്ക് സ്ത്രീകളുടെ ഇടയിൽ ഒരു ഏട്ടൻ സ്ഥാനം സുരേഷ് ഗോപിക്ക് ഉണ്ട്. അത് സുരേഷ് ഗോപി പൂരം കലക്കിയാലും കലക്കിയില്ലെങ്കിലും സുരേഷ് ഗോപിക്ക് ആ ഏട്ടൻ സ്ഥാനം ആളുകളുടെ മനസ്സിലുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ കലങ്ങിയ പൂരത്തിനെ തെളിക്കുമ്പോഴല്ലേ. ഇപ്പോ സുരേഷ് ഗോപി അതിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടാവും. പൂരത്തിൽ അത്രയും പ്രശ്നമുണ്ടാക്കിയത് അങ്കിത് അശോക് എന്ന് പറയുന്ന തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഈ ഒരു പോലീസ് വിചാരിച്ചാലൊന്നും പൂരം അലങ്കോലപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ മുകളിൽ നിന്ന് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു പൂരത്തെ അലങ്കോലപ്പെടുത്താൻ കഴിയൂ. ഇപ്പൊ പട്ട കൊണ്ടുപോകുമ്പോൾ പട്ട ഇപ്പൊ കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തള്ളി മാറ്റുന്നു. ആനയ്ക്ക് പട്ട കൊണ്ടുപോകുന്നവരെ ജനങ്ങളെ ആ പരിസരത്തോട് അടുപ്പിക്കുന്നില്ല. അങ്ങനെ വലിയ രീതിയിൽ വിശ്വാസ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നമുണ്ടാക്കിയത് പിണറായി വിജയന്റെ പോലീസാണ്. അപ്പൊ പിണറായി വിജയന്റെ പോലീസാണോ സുരേഷ് ഗോപി രക്ഷിക്കാനായി സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്? എങ്കിൽ റിപ്പോർട്ടർ അതുകൂടി പറയണം. അതിനെ മറ്റൊന്നുമായിട്ട് ചേർത്ത് വായിക്കുകയാണെങ്കിലോ, അതായത് പോലീസിൽ ഉള്ള കാവ്യവൽക്കരണത്തെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിണറായി പോലീസ് എന്ന് പറയുന്നതിന് മുന്നേ ആ ഒരു ആരോപണവും ഇതും കൂടെ ചേർത്ത് വായിച്ചു നോക്കും. ഇവർ പറയുന്നത് RSS മേധാവിയെ അല്ലെങ്കിൽ RSSന്റെ ജനറൽ സെക്രട്ടറിയെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന 2 നേതാക്കന്മാരെ ADGP അജിത് കുമാർ കണ്ടു 1 വർഷം മുമ്പ് 2024 പൂരം ആലോചിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതാണെന്ന് പറയുന്നു. RSSനെ സംബന്ധിച്ചിടത്തോളം RSSനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവരാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം അവർ പണമോ പദവിയോ സ്ഥാനമാനങ്ങളോ അഴിമതിയോ ഇതൊന്നും ആഗ്രഹിക്കാത്തവരാണ്. അവരെക്കുറിച്ച് കൂടുതൽ പഠിച്ചാലേ, കൂടുതൽ അവരെക്കുറിച്ച് അറിഞ്ഞാലേ മനസ്സിലാകും. പൂരം കലക്കിയെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്കിൽ പിന്നെ ഇതിന് മുന്നേയും പൂരം കലക്കിയിട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയല്ലേ അവിടെ മത്സരിച്ചത്, എന്തുകൊണ്ട് പൂരം കലക്കിയോട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചില്ല? RSSനെ സംബന്ധിച്ചിടത്തോളം RSSന് അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള പണമോ പദവിയോ ഒന്നും ആവശ്യമില്ലാത്തവരാണ്. അവർക്ക് അവരുടേതായ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്.
അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്ന ഒരു സംഘടന. ഇനി ആര് തീവ്രവാദി സംഘടന എന്ന് പറഞ്ഞാലും, ആരൊക്കെ RSSനകത്ത് നടക്കുന്നത് ഈ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാലും RSS എന്ന് പറയുന്ന സംഘടനയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചവർക്കറിയാം RSS എന്താണ് RSSന്റെ ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് എന്തിനാണെന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. അതിൽ പൂരം തള്ളിക്കയറ്റി ആരും അതിനെ പൂരവുമായി കൂട്ടിക്കുഴക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ല. മറ്റൊരു സംശയം എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഈ അവസരത്തിൽ ഈ ഒരു വീഡിയോ എക്സ്ക്ലൂസീവായി വന്ന് ഒരു ചർച്ചയ്ക്ക് അവസരം ഒരുക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു ഗൂഢോദ്ദേശമോ രാഷ്ട്രീയ ലക്ഷ്യമോ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇപ്പൊ ആ വാർത്ത വായിച്ചത് സുജയ്യാണ്. ഇപ്പോൾ സുജയ പാർവതിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപിക്കെതിരെ സുജയ ഒരു BJPയുടെ മുഖമാണ് റിപ്പോർട്ടർ ചാനലിൽ. ഇപ്പൊ 24-ൽ നിന്ന് സുജയ ഇറങ്ങിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, അതിലോട്ട് കടക്കുന്നില്ല. പക്ഷെ അവർ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ സുരേഷ് ഗോപി ഇവരെ ട്രോളിക്കൊണ്ട് തിരിച്ച് ഒരു മറുപടി ഇവർക്ക് കൊടുത്തു. അതിന് പിന്നാലെ സുജയ കുറച്ച് സുരേഷ് ഗോപിക്കെതിരായി സംസാരിക്കാനൊക്കെ തുടങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എതിരായി എന്ന് പറയാൻ പറ്റുമോ? കാരണം നിലവിൽ ചർച്ചയിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഒരു നടനെന്ന നിലയിലല്ല. അദ്ദേഹം ഒരു ലോക്സഭാ MP കൂടാതെ ഒരു മന്ത്രി കൂടിയാണ്, കേന്ദ്രമന്ത്രി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് സമാധാനത്തോടെ ശാന്തതയോടെ മറുപടി പറയാനുള്ള എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈ പറയുന്ന പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഉണ്ട്. പക്ഷെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്ക് മറ്റാരെ കാണുമ്പോഴും തോന്നാത്ത ചൊറിച്ചിലും അസഹിഷ്ണുതയും സുരേഷ് ഗോപിയെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് എന്നത് ആലോചിക്കേണ്ടതാണ്. കാരണം സുരേഷ് ഗോപി റിയാക്ട് ചെയ്യുന്ന ആ ഒരു രീതിയില്ലേ, അതിന് ആൾക്കാരെ ട്രോളുന്നത് ആ മാടമ്പിത്തരം, ആ പഴയ സിനിമാ നടനിൽ നിന്നും ആ കഥാപാത്രങ്ങളിൽ നിന്നും അദ്ദേഹം ഇതുവരെയും മുക്തനായിട്ടില്ല. അതിനുള്ള അവസരം കൊടുത്തിട്ടല്ലേ. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, ഒരു ലോക്സഭാ MP ആണ്. ആ ഒരു നിലപാടെടുക്കണം, ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും ആരോപണങ്ങളും വിവാദങ്ങൾക്കിടയിലും വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ വളരെ പോളിഷ്ഡ് ആയിട്ട് ചോദ്യം ചോദിച്ചു? റിപ്പോർട്ടറിലുള്ള TV പ്രസാദ് ഒഴികെ വേറെ ആരും ശബ്ദമുയർത്തി ചോദിച്ചിട്ടില്ല. മറ്റൊരു മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, കേന്ദ്രത്തിന്റെ ആ ഒരു നയങ്ങൾ കൊണ്ടും നോംസ് കൊണ്ടല്ലേ ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വന്നത്? അത്രയും പോളിഷ്ഡ് ആയിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് ആ ലൈൻ ആര് വരയ്ക്കുന്നു? മുഖ്യമന്ത്രി വരച്ചു വെച്ചിട്ടുണ്ട്, എന്ത് ചോദിക്കണം വേണ്ട. അവിടെയാണ് മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു നടനോ ഒരു സിനിമാക്കാരനോ ഒന്നുമല്ല. മുഖ്യമന്ത്രി തനി രാഷ്ട്രീയക്കാരനാണ്. ഒരു രാഷ്ട്രീയക്കാരന് എവിടെ എങ്ങനെ ആരോട് സംസാരിക്കണം, അതായത് തഴുകാനും തലോടാനും എവിടെയാണ് എന്നുള്ളത് നന്നായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ അറിയാം. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പച്ചയായ ഒരു മനുഷ്യനാണ്. സിനിമയിൽ ഉൾക്കൊള്ളണം. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല. അദ്ദേഹം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അന്നും ഇന്നും തുടർന്നു പോകുന്നത്. അത് ജനങ്ങളെ കാണുമ്പോഴോ മൈക്ക് കാണുമ്പോഴോ അഭിനയിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ പതാകയുമായി പോയപ്പോഴും ഇത്രത്തോളം ട്രോളുകൾ ഏറ്റുവാങ്ങാനുള്ള കാരണം അതാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അർജുനുമായി ബന്ധപ്പെട്ട വാർത്ത, അതിനിടയിലും റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് കൊണ്ടുവന്നു. പൂരം കലക്കിയത് ആളെ കൂട്ടാനാണ്, അല്ലെങ്കിൽ വോട്ട് കൂടുതൽ കിട്ടാനാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ കയറിപ്പോയതാണോ പറയാൻ പറ്റില്ല. കാരണം ഒന്നും കിട്ടാതിരുന്ന സമയത്ത് എന്നാ പിന്നെ നമുക്ക് പഴയതെടുത്ത് വെച്ച് അലക്കാമെന്നൊക്കെ നമ്മൾ ചാനലൊക്കെ താഴേക്ക് നമ്മൾ ബ്രേക്കിംഗ് കൊടുക്കുമ്പോൾ താഴേക്കുള്ളത് എങ്ങാനും നമ്മൾ ടിക്ക് കൊടുത്താണല്ലോ. അതെ, PCR ഇരുന്നവർക്ക് ആർക്കെങ്കിലും മാറിപ്പോയതാണോ എന്നും അറിയില്ല. എന്തായാലും സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, സുരേഷ് ഗോപി എനിക്ക് പേഴ്സണലി പരിചയമില്ല. ഈ നടൻ എന്നുള്ള രീതിയിൽ മാത്രമേ അദ്ദേഹത്തെ എനിക്കറിയൂ. ഞാൻ ആരാധിക്കുന്ന വലിയ മനുഷ്യരൊന്നുമല്ല സുരേഷ് ഗോപി. ആരാധനയില്ല എനിക്ക് സുരേഷ് ഗോപിയുടെ ആരാധനയൊന്നുമില്ല. സുരേഷ് ഗോപി എന്ന മനുഷ്യൻ എനിക്ക് സിനിമയിൽ ആകെക്കൂടെ ആരാധന എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും ഇഷ്ടവുമുള്ള ഒരേ ഒരു നടൻ, ജനിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ ഇനി മരിച്ച് പട്ടടയിൽ വയ്ക്കുന്നത് വരെ മോഹൻലാൽ എന്ന മനുഷ്യനോട് മാത്രമായിരിക്കും. അതിലപ്പുറം എനിക്ക് ആരോടും ഒരു ആരാധന തോന്നില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ ഇതിലും വലിയ അഭിനയം കാഴ്ചവെച്ചാലും. അപ്പോൾ സുരേഷ് ഗോപി എന്ന സിനിമാ നടനോടും ഇല്ല, സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയോടും എനിക്ക് ആരാധനയില്ല. പക്ഷേ സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യൻ്റെ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കാതെ ഇരിക്കാൻ കഴിയില്ല. വിശ്വാസങ്ങളെ പിടിച്ചുകൊണ്ട് ഒരു ജയം നേടാൻ സുരേഷ് ഗോപി ശ്രമിക്കുമെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ട് വിജയിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ വന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഗൂഢാലോചനകൾ നടത്തി സുരേഷ് ഗോപിക്ക് ജയിക്കാമായിരുന്നു. പക്ഷേ
അത്തരത്തിലുള്ള ഒരു മോശം കാര്യങ്ങളും നടത്താതെ അദ്ദേഹം ഇത്തവണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളാണ്. കാരണം അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് തോറ്റ സമയത്തും തൃശ്ശൂരിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ജനങ്ങൾ അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇനി അടുത്ത തവണ ഈ തവണ എന്താണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചെയ്ത് കാണിക്കുന്നത് അതുപോലെ ഇരിക്കും അടുത്ത തവണ. ഇപ്പോൾ ഒ രാജഗോപാൽ എനിക്ക് തോന്നുന്നു ഒരേ ഒരു സീറ്റാണ് BJPക്ക് ഒരു 10 വർഷത്തിനിടയിൽ നിയോജക മണ്ഡലത്തിൽ കിട്ടിയത്. ഒ രാജഗോപാൽ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ പ്രതിഫലമാണ് അതിന്റെ അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിൽ BJPക്ക് തിരുവനന്തപുരത്ത് തിരിച്ചടി കിട്ടിയത്. അപ്പോൾ തൃശ്ശൂരിൽ എന്താണ് സുരേഷ് ഗോപി ചെയ്യാൻ പോകുന്നത് അതുപോലെ ഇരിക്കും ഇനി അടുത്ത തെരഞ്ഞെടുപ്പ്. അതിന്റെ പൂരത്തെ കൊണ്ട് കലക്കാൻ ആരും നോക്കണ്ട. പൂരത്തിൽ തൊട്ടിട്ടാലും സുരേഷ് ഗോപി RSSും കളിക്കില്ല. കാരണം RSSന് അതിന്റെ ആവശ്യകതയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ADGPയും കാവ്യവൽക്കരണവും ഒക്കെ നടത്തുന്നവർക്ക് അത് ADGPയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. പിണറായിയെ വിശ്വാസമുള്ള മാധ്യമപ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്, ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരാണ് കൂടുതലും. അവർക്ക് അവരുടെ നേതാവിനെ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് പുറത്തു വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം.